വേറൊന്നല്ല, പാലക്കാട് നിന്ന്, അതായത് എന്റെ നാട്ടിൽ നിന്നും ഒരു നമ്മുടെ ഉയരെ ബാച്ചിൽ പഠിച്ച +1 അഗ്നി ബാച്ചിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉയരെ ബാച്ചിൽ പഠിച്ച ഈ +2 റിസൾട്ട് വന്നപ്പോൾ 99.1% മാർക്കോട് കൂടെ നമ്മുടെ പാലക്കാട് നിന്നും അസ്ന ഫാത്തിമയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാനുണ്ട്. എക്സ്പെക്ടേഷൻ മീൻസ് ഫുൾ A+ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു, അതൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം. എന്താണ് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം? ടെക്സ്റ്റ് റീഡ് ചെയ്യുമായിരുന്നു, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി നോക്കി. പക്ഷെ +2ന്റെ ഫൈനൽ എക്സാം വന്നപ്പോഴേക്കും ചെറുതായിട്ട് അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എന്താ തോന്നി? അല്ല, എനിക്ക് മോഡൽ എക്സാമിന് കെമിസ്ട്രി ടഫാവും എന്ന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്? അപ്പൊ നൈറ്റ് എത്ര വേണമെങ്കിലും പഠിക്കാനിരിക്കും, പക്ഷെ മോർണിംഗ് കഷ്ടമാണ്. അപ്പൊ നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഡെറിവേഷൻ ആണെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഡെറിവേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി. ആക്ച്വലി ഡെറിവേഷൻ ആണ് കുറെയൊക്കെ സിമ്പിൾ. അപ്പൊ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറൊന്നല്ല, പാലക്കാട് നിന്നും, അതായത് എൻ്റെ നാട്ടിൽ നിന്നും ഒരു നമ്മുടെ ഉയരെ ബാച്ചിൽ പഠിച്ച +1 അഗ്നി ബാച്ചിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉയരെ ബാച്ചിൽ പഠിച്ച ഈ +2 റിസൾട്ട് വന്നപ്പോൾ 99.1 പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ 99.1% മാർക്കോട് കൂടെ നമ്മുടെ പാലക്കാട് നിന്നും അസ്ന ഫാത്തിമയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, മെല്ലെ മെല്ലെ നമുക്ക് ചോദിച്ചറിയാം. അപ്പം ആദ്യം തന്നെ പാലക്കാട്ടുകാരിയാണ്, എന്നാലും ഒരു സന്തോഷമല്ലോ. അപ്പൊ ഫസ്റ്റ് എന്തെങ്കിലും റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ? മുഖത്തൊക്കെ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ പാരൻസിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന റിയാക്ഷൻ ഒന്ന് പറയാം. എക്സ്പെക്ടേഷൻ മീൻസ് ഫുൾ A+ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു, അതൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്ര മാർക്ക് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കിട്ടിയതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ ഉമ്മയും ഉപ്പയൊക്കെ അവരൊക്കെ എന്തായിരുന്നു? ഉമ്മ ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു. പുറത്താണോ? ഓക്കെ. ഉമ്മക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കൂടുതൽ ഹാപ്പി ആയി. ഓക്കെ. അപ്പം മാർക്ക് നോക്കുമ്പോ 1189 അല്ലെ? ജസ്റ്റ് ഒരു 11 മാർക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു 11 മാർക്ക് എവിടെയാണ് പോയത്? ഫിസിക്സിലും കെമിസ്ട്രിയിലും. ഫിസിക്സ് ചെറിയ സങ്കടമുണ്ട്. ഓക്കെ, ഫിസിക്സില് 4 മാർക്ക്, പിന്നെ കെമിസ്ട്രിയിൽ 6 മാർക്ക്. ഓക്കെ. അപ്പൊ പൊതുവെ ഇവിടെ ഇംഗ്ലീഷിനാണ് ഇങ്ങനെ എപ്പോഴും മാർക്ക് കുറഞ്ഞു. ഇവിടെ പക്ഷെ ഇംഗ്ലീഷിന് ഫുൾ മാർക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ? ആദ്യം അത് വെച്ച് തന്നെ ചോദിക്കാം. ഞാൻ ചോദിക്കും. അടുത്ത ചോദ്യം, സാധാരണ നമുക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറയാണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫുൾ മാർക്കിലോട്ട് എത്തിയിട്ടുള്ളത്? എന്താണ് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം? ടെക്സ്റ്റ് റീഡ് ചെയ്യുമായിരുന്നു, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി നോക്കിയിട്ട് പോകുമായിരുന്നു. പിന്നെ എക്സാമിന് ഏകദേശം അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ സെയിം വേ നമുക്ക് പിന്നെ ഓണായിട്ട് അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ. പിന്നെ ഓൾറെഡി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇപ്പം ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ലാംഗ്വേജ് അറിയണം. അപ്പോൾ മോൾക്ക് ഓൾറെഡി ഇംഗ്ലീഷ് എഴുതാനും ഒക്കെ സ്കൂളിൽ എക്സാം വന്നിട്ടേ ഇരിക്കുമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇനി +2ന്റെ എക്സാം ഇപ്രാവശ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടഫായിരുന്നു അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ +2ന്റെ നോക്കുമ്പോൾ മോഡൽ എക്സാം ഈസി ആയിരുന്നു അല്ലേ? ഭയങ്കര പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ +2ന്റെ ഫൈനൽ എക്സാം വന്നപ്പോഴേക്കും ചെറുതായിട്ട് അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എന്താ തോന്നി? അല്ല, എനിക്ക് മോഡൽ എക്സാമിന് കെമിസ്ട്രി ടഫാവും എന്ന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി പ്രിപ്പയർ ആവുമായിരുന്നു. പിന്നെ ഫിസിക്സ് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ അതും കുറച്ച് ടഫായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കെമിസ്ട്രി സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്ര ഇത് കൊടുത്തില്ല. പക്ഷെ നോക്കിയപ്പോൾ കെമിസ്ട്രി ആയിരുന്നു കുറച്ചും കൂടെ ടഫായത്. അതുകൊണ്ട് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ? ബയോളജി. കഴിഞ്ഞ 2 ഇന്റർവ്യൂസിലും ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി. ഇനി വേറൊരു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ആൻസർ. ഈ ഒരു സബ്ജക്റ്റ് ഈ 6 സബ്ജക്റ്റിൽ ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ എന്ന് തോന്നിയത് ഏതായിരുന്നു? എന്ന് തോന്നിയത് മാത്സ് ആയിരുന്നു. മാത്സിന് എത്ര മാർക്ക് ഉണ്ട്? ഫുള്ളാണ്. പക്ഷെ എന്നാലും മാത്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല.
ബുദ്ധിമുട്ട്. ഓക്കെ, പക്ഷെ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഇത്രയും മാർക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കൃത്യമായ ടൈം ടേബിൾ, രാവിലെ ഇത്ര സമയത്ത് എണീക്കുന്നു, രാത്രി ഇപ്പോൾ ഉറങ്ങുന്നു, അങ്ങനെ 6 മണിക്കൂർ ഞാൻ ദിവസവും പഠിക്കുന്നു അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, നൈറ്റ് ഞാൻ ഫുൾ ടൈം ഇരിക്കുമായിരുന്നു. മോർണിംഗ് എനിക്ക് അങ്ങനെ പറ്റില്ല. സെയിം പിച്ച്. ഞാൻ ആരും കാണത്തില്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ 10 മണിക്ക് ഇന്റർവ്യൂവിന് 9:30 വിളിച്ച് എണീപ്പിച്ചിട്ട് കൊണ്ടുവന്ന ആളാണ്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ നൈറ്റ് എത്ര വേണമെങ്കിലും പഠിക്കാനിരിക്കും, പക്ഷെ മോർണിംഗ് കുറച്ച് കഷ്ടമാണ്. അപ്പൊ നൈറ്റിനെ മാക്സിമം എല്ലാം പഠിച്ചു തീർത്തിട്ട് പിന്നെ കിടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നൈറ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഒരു കാര്യം എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അസ്ന ഫാത്തിമയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങളൊക്കെ രാത്രി ഇരുന്ന് പഠിക്കുന്നതാണ്. ചില കുട്ടികൾ രാവിലെ ഇരുന്ന് പഠിക്കുന്ന മക്കളുണ്ടാവും. അപ്പോൾ ഈ സമയത്തിലൊന്നുമല്ല കാര്യം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ആ സമയം നമ്മൾ കണ്ടെത്തുക. ഇതെന്ത് ചെയ്യുക, ഒരു ദിവസം രാവിലെ പഠിച്ചു നോക്കുക, ഒരു ദിവസം രാത്രി പഠിച്ചു നോക്കുക. ഏതാണോ നിങ്ങൾക്ക് സുഖമായിട്ട് തോന്നുന്നത് അതിൽ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും പഠിച്ചാൽ മതി. യെസ്. അപ്പോൾ ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങിച്ചപ്പോൾ എന്തായാലും നാട്ടുകാരൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ മൊമെന്റ് ഒക്കെ ആയിട്ട് വന്നു, അങ്ങനെ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നുണ്ട്. ബുക്ക് ചെയ്തിട്ടുണ്ട്. KSUവിന്റെ ഇതിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട്. ഇനി കുറേ അവാർഡ് കിട്ടും. പിന്നെ സ്കൂളിൽ നിന്ന് ഈ സാറ്റർഡേ വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ വേറെ അങ്ങനെ ഫുൾ A+കൾ കുറെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ മോള് നമ്മളുടെ എക്സാമിനുള്ള +1 ഉണ്ടായിരുന്നു, +2 ബാച്ചിലും ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചോദിക്കാനുള്ള കാര്യം, എങ്ങനെയാണ് എക്സാമിനറിലേക്ക് എത്തിയത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 10th ലാസ്റ്റ് ആകുമ്പോഴാണ് ഈ എക്സാമിനെ പറ്റി അറിയുന്നത്. അപ്പോൾ 10th അധികം സ്ട്രെസ്സും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. +1 എത്തിയപ്പം നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നിയപ്പോൾ ഓക്കെ, ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ ഇത് നോക്കിയപ്പം നന്നായ പോലെ ഉണ്ടായിരുന്നു. അലൻ സാറും അലക്സ് സാറും എടുക്കുന്നതും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ചേരാമെന്ന് പറഞ്ഞിട്ട് ചേർന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഏത് ഫീച്ചറായിരുന്നു മോൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ഞാൻ എല്ലാ വീഡിയോസും അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ സാധാരണ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുമ്പോൾ കുറേ പേരുടെ ഒരു വിചാരമാണ് PYQ ഇനി വരില്ല, ഇനി പുതിയ പാറ്റേൺ ആണ്. അതിനോട് മോള് യോജിക്കുന്നുണ്ടോ? അതായത് PYQ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ പറയില്ല, എന്നാലും നമ്മളത് നോക്കിയിട്ട് പോകുമ്പോൾ ഓക്കെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമുക്ക് അറിയണ പോലെ. അതായത് പ്രീവിയസ് ഇയർ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതായത് അത് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് വേയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമുക്ക് എഴുതാൻ അറിയണമെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പോകുമ്പോൾ നല്ലതായിരിക്കും. യെസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ഉള്ളത്. അപ്പം അതെന്തായാലും ചോദിക്കും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം പഠിക്കുക, അത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പം അസ്ന ഫസ്റ്റ് മുതലേ ഇങ്ങനെ പഠിച്ചു, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടേ നന്നായിട്ട് പഠിച്ച് റെഗുലർലി വരുന്ന ആളായിരുന്നു? എങ്ങനെയാണ്? +1 ഞാൻ ഡിസംബർ തൊട്ടിട്ടായിരുന്നു ഒന്ന് നോക്കാൻ തുടങ്ങിയത്. പക്ഷെ +2 ഫസ്റ്റ് തൊട്ടേ പഠിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ബാച്ചൊക്കെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ അഗ്നി ബാച്ച് ആണെങ്കിലും ഉയരെ ബാച്ച് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശരിക്കും ആവശ്യമുണ്ടോ? ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതൊരു മോട്ടിവേഷനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് പഠിക്കണം എന്ന് ഒരാൾ ഫോഴ്സ് ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി പഠിക്കുമല്ലോ. അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു അത്. അതെ, അപ്പോൾ നേരത്തെ ഇപ്പോൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആക്ച്വലി അത് ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? അതായത് സ്കൂളിൽ എടുക്കുന്നതിന് മുന്നേ ഓക്കെ ഈ ടോപ്പിക്കൊക്കെ അറിയുന്നതാണ് എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കുറച്ചും കൂടെ വേഗം മനസ്സിലാവുന്ന പോലെ തോന്നി. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് +1 പോകുന്ന കുറേ മക്കളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരുന്നു മോൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്? +1 എത്തിയപ്പോൾ കുറച്ചും കൂടെ പഠിക്കാൻ കൂടുതലുള്ള പോലെ തോന്നി. 10th ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. അങ്ങനെ തോന്നി. മോള് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുന്ന കൂട്ടത്തില്ല? അങ്ങനെയൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഫുൾ എഴുതി പഠിക്കും, അതൊക്കെ ചെയ്യും. മാത്സ് കെമിസ്ട്രി ഒക്കെ ബാക്കിയൊക്കെ വായിച്ച് പഠിക്കൽ തന്നെയായിരുന്നു. അപ്പോൾ ഫിസിക്സിന്റെ ഡെറിവേഷൻ ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? അതൊക്കെ എഴുതി പഠിക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വര, ഫിസിക്സിൽ ഡെറിവേഷൻ ഒക്കെ എഴുതാതെ പഠിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻസ് ഒക്കെ ആക്ച്വലി എഴുതി പഠിക്കും. അപ്പോൾ കുറേ പേര് ഡെറിവേഷൻസ് ഇങ്ങനെ കാണാപ്പാടും പഠിക്കും. ചില ആൾക്കാർ വിചാരിക്കും ഈ സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, അത് പകുതി വെച്ച് നിൽക്കുന്നു. അതൊക്കെ നമുക്കും ആദ്യമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനൊന്ന് എന്തായത് ഓക്കെ എനിക്ക് ഡെറിവേഷൻ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡെറിവേഷൻ എഴുതി തന്നെ പഠിച്ചത്. പക്ഷെ അത് ആക്ച്വലി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് നല്ല സിമ്പിളായിരിക്കും. ഈ ക്വസ്റ്റ്യൻസിന് ഇതാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡെറിവേഷൻസ് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സോ നെക്സ്റ്റ് നമ്മളൊരു ഡെറിവേഷൻ ആണെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഡെറിവേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി. ആക്ച്വലി
ഡെറിവേഷൻ ആണ് കുറേയൊക്കെ സിമ്പിൾ അല്ലേ, നമുക്കറിയാം ഇതാ ചോദിക്കുക അതങ്ങോട്ട് പഠിക്കുക അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ചോദിക്കുമ്പോഴാണ് ആക്ച്വലി ബുദ്ധിമുട്ട്. അത് കുറേ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അസ്ന കുട്ടികളാകുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ ജൂനിയേഴ്സിന് അത് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഡെറിവേഷൻ ആണ് ആക്ച്വലി ഈസി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഫിസിക്സ് പണ്ടേ ഒരു ഭീകരനാണ്. കാരണം എന്നെ പഠിപ്പിക്കുന്ന അന്ന് അലക്സ് സാർ ഉണ്ടായിരുന്നില്ലല്ലോ, ദിൽഷാൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യണം, നോട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഡെഫിനിഷൻ വരുന്നു. ഫിസിക്സ് ചോദിച്ചിട്ട് ബയോളജി ചോദിക്കണല്ലോ. ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാൻ ആദ്യം 10th കഴിഞ്ഞ് +1 എത്തിയ സമയത്ത് ഞാൻ ഫേസ് ചെയ്ത കാര്യമായിരുന്നു, എനിക്ക് ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മോൾ എങ്ങനെയാ അതൊക്കെ ഒന്ന് പഠിച്ചപ്പോൾ ഫുൾ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാ കുട്ടികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല? ബയോളജിയിൽ ഫസ്റ്റ് നമ്മൾ +1 കയറിയുമ്പം കുറച്ച് വലിയ വലിയ ടേംസ് ഒക്കെ അതൊക്കെ കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പോകെ പോകെ അതങ്ങനെ പഴകിയപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബയോളജി പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് പഠിക്കാൻ നല്ല സിമ്പിൾ. എന്തുകൊണ്ടാണ് ബയോളജി ഇഷ്ടപ്പെട്ടത്? അത് ഇതിലിപ്പോൾ മാത്സ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലല്ലോ അധികം, ചുമ്മാ നമുക്ക് ബൈ ഹാർട്ട് ആക്കാൻ സിമ്പിളാണ്. എനിക്ക് പിന്നെ ബൈ ഹാർട്ട് കുറച്ചും കൂടെ ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇഷ്ടം. നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അല്ലേ പഠിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റഡ് ആണ്. അതെ. അതിന് ഈ +1 +2 ലൈഫ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടായിരുന്നു നമ്മൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓഹ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സമയമാകുമ്പോൾ ഒന്നും കൂടെ പഠിക്കാൻ തോന്നുന്നു എന്ന് ഒരു ഇതായിരുന്നു. അതായത് ഇപ്പോൾ മോൾക്ക് തോന്നുന്നുണ്ടാവില്ല +2 കഴിഞ്ഞു, അതായത് ഈ സമയത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ലായിരുന്നു, അങ്ങനെ എന്താ മോൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യായിരുന്നു, അത് ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, അങ്ങനെ റിഗ്രറ്റ്സ് എനിക്കാണെങ്കിൽ കുറെ ഉണ്ട് ലിസ്റ്റാ. ആദ്യം പഠിക്കായിരുന്നു, നേരത്തെ എണീറ്റ് പഠിക്കായിരുന്നു അല്ലേ. റിഗ്രറ്റ്സ് ആണ്. അതെ, റിഗ്രറ്റ്സ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യമേ പഠിക്കാൻ കണ്ടോ, റിഗ്രറ്റ് ഒന്നും ഇല്ല. ഞാൻ ആദ്യമേ നന്നായി പഠിച്ചിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ ബാച്ചിൽ നമുക്കറിയാം കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ, ലേണിംഗ് വീഡിയോസ് അത് ഇതൊക്കെ. അപ്പോൾ മോൾ ആക്ച്വലി ബാച്ചിനെ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യം ഇത് കാണും പിന്നെ ഇത് കാണും, അങ്ങനെ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ലേണിംഗ് വീഡിയോസ് എല്ലാം കാണുമായിരുന്നു. പിന്നെ ടൈം കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ യൂട്യൂബിൽ വൺ ഷോട്ട് കാണുമായിരുന്നു അങ്ങനെ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കും. പിന്നെ വർക്ക് ഷീറ്റ് യൂസ് ചെയ്യും അങ്ങനെ. ഓക്കെ, പിന്നെ ഇപ്പം കുറേ കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിൽ വൺ ഷോട്ട് കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും ക്ലാസ്സുകൾ കൊടുക്കാറുണ്ടല്ലോ. വൺ ഷോട്ട് കൊടുക്കും, എക്സാമിൻ്റെ തലേ ദിവസമാണെങ്കിൽ നമ്മൾ മാരത്തോൺസ് കൊടുക്കും, വീഡിയോസ് കൊടുക്കും, ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, ഇതൊക്കെ എന്തിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എന്തിനാ, എല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ടോക്ക് വരാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആക്ച്വലി പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ബാച്ചിനും യൂട്യൂബിനും ഉണ്ട് അല്ലേ. അപ്പോൾ മോൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ബാച്ചിൽ പഠിച്ച ആളാണല്ലോ, എന്താണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് വന്ന ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാമേ നമുക്ക് കിട്ടും. യൂട്യൂബിൽ ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ കമ്മിയായിരിക്കുമല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതായിരിക്കും കൂടുതൽ. ബാച്ചിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോബീസ് എന്ന് പറയുമ്പോൾ TV കാണാം, വായിക്കുക, അതൊക്കെ. വായിക്കുക, അതൊക്കെ. ഇപ്പൊ കുറേ പേരുടെ ഒരു ആഗ്രഹം, അതായത് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ടോപ്പേഴ്സിനൊന്നും ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഇവരെപ്പോഴും ഇരുന്ന് ഇങ്ങനെ പഠിക്കുക അല്ലെ. അവര് രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പഠിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പഠിക്കുന്നു, ഇതന്നെ ഉള്ളൂ എന്നാണ് വിചാരം. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാകുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ കൂടെ നോട്ടിഫിക്കേഷൻ വരും, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണണം, ഷോർട്സ് കാണണം, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മോൾക്ക് അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ എന്താ ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് മതിയാവുമ്പോൾ പഠിച്ച് മതിയാവുമ്പോൾ കുറച്ച് നേരം ടൈം എടുക്കാമെന്ന് തോന്നും. അപ്പം പിന്നെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഓക്കെ മതി എന്ന് തോന്നുമ്പോൾ പിന്നെയും പഠിക്കാൻ. ഒരു മതി എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ ഇടണം അല്ലേ. അപ്പോൾ കുറേ പേര് ചോദിക്കും, കുറേ പേര് ഇങ്ങനെ ചോദിക്കും ഡിസ്ട്രാക്ഷൻ മാറ്റാൻ എന്താ മിസ് ചെയ്യുക, കുറച്ച് മോട്ടിവേഷൻ തരും മിസ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നിങ്ങൾ തന്നെയാണ് അല്ലേ ചെയ്യേണ്ടത്. നമ്മളൊരു ബ്രേക്ക് ഇടുക, നമ്മൾ എന്താണ് തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ലെ. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ബ്രേക്ക് ഇട്ട് വരിക. അത് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയത് അല്ലേ. യെസ്. ഇനി +2 കഴിഞ്ഞിട്ട് എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ? ഇനി B.Pharm എടുക്കാന്ന് പറഞ്ഞിട്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ. ഓക്കെ.
അതെന്തുകൊണ്ടാ ആ ഒരു ചൂസ് ചെയ്യാൻ കാരണം? ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ട്? എൻ്റെ ഇക്ക അതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനും അതിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട്. ഇക്ക ഇൻസ്പയർഡ് ആയിട്ട് ബിഫാം എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന കോളേജിലേക്ക് അഡ്മിഷൻ നോക്കണം എന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി എടുത്തു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അത് എവിടെയാണ്? സാൻജോ സാൻജോ, പാലക്കാട്. വെള്ളപ്പാറ. പാലക്കാട് വെള്ളപ്പാറ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തു ബിഫാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഇപ്പം വീട്ടിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആണല്ലോ ജോയിൻ ചെയ്യുന്നത്, അപ്പോൾ പൊതുവെ പാരൻസിനൊക്കെ ഒരു പേടി ഉണ്ടാവും. ഇത് ഓൺലൈൻ ആണല്ലോ, പൊതുവേ നമ്മൾ ട്യൂഷൻ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുക. അപ്പം ആദ്യം ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെന്താ പറഞ്ഞേ? അവർക്ക് എങ്ങനെയായാലും പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു? ഓഫ്ലൈൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ സമയത്ത് പഠിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും പോയി നോക്കി വേഗം ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഓൺലൈൻ ആയിരുന്നു കുറച്ചും കൂടെ ബെസ്റ്റ് തോന്നി. അതെ, ഓൺലൈൻ ആണ് ബെസ്റ്റ്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഇരുന്ന് പഠിക്കാം. ഞാൻ പിന്നെ ഓഫ്ലൈൻ ഇതുവരെ പോയിട്ടില്ല ട്യൂഷൻ. അതെ, ഓൺലൈൻ +1 +2 ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് പോവാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓൺലൈനാണല്ലോ. പിന്നെ ഇപ്പൊ നമ്മള് എക്സാംസ് ഉണ്ടാവല്ലോ കുറെ, അതായത് നമുക്ക് ഓണം, ക്രിസ്മസ്, അങ്ങനെ ഇപ്പൊ ഈ ഒരു എക്സാമിനൊക്കെ വലിയ ഇതായിട്ട് കാണേണ്ട ആവശ്യമുണ്ട്? അതായത് ആ എക്സാമിനൊക്കെ മോള് ശരിക്കും ഫുള്ളായിട്ട് പഠിച്ച് അങ്ങനെയാണ് പോയി എഴുതിയിട്ടുണ്ടായിരുന്നത്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടായിരുന്നു പോവാറ്. കാരണം ആ ഒരു മാർക്ക് കിട്ടുമ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഇല്ലേ, മതിയോ പഠിച്ചത് എന്ന് നമുക്ക് തോന്നുമല്ലോ മാർക്ക് കാണുമ്പോൾ. അതുകൊണ്ട് എല്ലാ എക്സാമും സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് പല ആൾക്കാരും വിചാരിക്കും ഓൺ എക്സാം അല്ലേ, ക്രിസ്മസ് എക്സാം അല്ലേ, ഇതിന്റെ ഇപ്പൊ റിസൾട്ട് ഇപ്പൊ ആരാ അറിയുന്നത്, അപ്പൊ വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഓൺ എക്സാമും ക്രിസ്മസ് എക്സാമും ആക്ച്വലി നിങ്ങൾക്ക് സമയം തരുന്നതാണ്. ഓൺ എക്സാമിന് നിങ്ങൾക്ക് അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓൺ എക്സാം വരെ ഇത്രയും പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു അല്ലേ, അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം വരുമ്പോഴേക്കും അത്രയും. അതിനെ നിങ്ങൾ അങ്ങനെ കാണണം. അല്ലാതെ ഓൺ എക്സാം അല്ലേ, റിസൾട്ട് അറിയുന്നില്ലല്ലോ, ക്രിസ്മസ് അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നന്നായിട്ട് പഠിച്ചു പോയാലാണ് നമുക്ക് ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ക്ലാസ് തുടങ്ങുന്നു, ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്രാക്ടിക്കൽസ് വരും, മോഡൽ എക്സാംസ് ഒക്കെ വരും. അപ്പോൾ എപ്പോൾ ആകുമ്പോഴേക്കും ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോള്, എന്നിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു? ഞാൻ ജനുവരിയിൽ പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ അതിന് മുന്നേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. റിവിഷൻ മാത്രം ലാസ്റ്റ് ഫെബ്രുവരി ആ സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ജനുവരിയിലുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു മാസം ഫുള്ളും പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തത്. ഈ റെക്കോർഡ് വർക്ക്സ് ഒക്കെ ചെയ്യാനും ഇതിന്റെ കൂടെ പഠിക്കാനുള്ള ടൈമൊക്കെ? അത് റെക്കോർഡിന് ഞാൻ രാത്രി ഇരുന്നിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ മോള് ടൈം മാനേജ്? ഇപ്പൊ എക്സാമിന് കുറെ പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം കിട്ടുന്നില്ല. എങ്ങനെ മോള് ടൈം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്സാമിന് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ടൈം മാനേജ്മെന്റിന് പ്രശ്നമൊന്നുമില്ല. ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, കുറെ എഴുതാനുള്ളതുകൊണ്ട്. ബാക്കിയുള്ളതിലൊന്നും ഒരു കാര്യം ചെയ്താൽ മതി, പഠിച്ചാൽ ആൻസർ അറിയെങ്കിൽ നമുക്ക് വേഗം എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതെല്ലാം കോണ്ടൻസ് പോയിന്റ് ആയിട്ട് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അറിയാൻ കൂടെ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കേട്ടോ മക്കളെ. അപ്പോൾ ആ ഒരു സാധനം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ അപ്പം തന്നെ നമുക്ക് അറിയുമെങ്കിൽ സുഖമായിട്ട് എഴുതാവുന്നുള്ളൂ. ഇത് നമുക്ക് അറിയാതിരിക്കുമ്പോൾ ഇതെന്താണ്, എവിടെ നിന്നാണ്, ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് നമുക്ക് സമയം പോവുക. പിന്നെ ടൈം മാനേജ് ചെയ്യേണ്ട ഇതേപോലെ ലാംഗ്വേജ് എഴുതാൻ നമുക്ക് അത്യാവശ്യം. ആദ്യം കുറച്ച് വലിയ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടാണോ? ഞാൻ ലാസ്റ്റ് നിന്നാണ് ഫ്രണ്ടിലേക്ക് വരാം, ബാക്കിൽ നിന്നാണ് ഞങ്ങൾ മുന്നിലോട്ട് പോകുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കുട്ടികൾ ചെയ്യും, ഒന്നാമത്തെ ചോദ്യം എഴുതണം, പിന്നെ 2 എഴുതണം, പിന്നെ എങ്ങനെയാണ് മോള് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്? സെക്ഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന സെക്ഷൻ ഫസ്റ്റ് എഴുതും, എന്നിട്ട് അങ്ങനെ. അപ്പൊ ആദ്യമേ ആ കൂൾ ഓഫ് ടൈമിൽ നോക്കി വെക്കും അല്ലെ, ഏതാണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കും. യെസ്. അപ്പൊ ടൈം പിന്നെ ഇല്ല എന്നുള്ളൊരു സാധനം വന്നിട്ടില്ല, ഇംഗ്ലീഷിൽ മാത്രം, വേറെ ഇതിൽ മാത്രം വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളതിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് അറിയില്ല. ഇത്ര മാർക്ക് കിട്ടിയല്ലോ, അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാനൊരു ട്രിക്കി ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ എക്സാമിനറിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫാക്കൽറ്റി ഏതാ? പറഞ്ഞോളൂ. അലൻ സാർ. അലൻ സാറിനാണ്. ഞാൻ +1 ഫസ്റ്റ് ഇത് കേറാൻ കാരണം തന്നെ അലൻ സാറിന്റെ മാത്സ് ക്ലാസ്. അലൻ സാറിന്റെ ഇഷ്ടമല്ലായിരുന്നു, മാത്സിന് ഇഷ്ടാക്കിയത് അലൻ സാറാണ്. അതാണ്
യെസ്. എന്താണ് ഇപ്പൊ സാർ എടുക്കുന്ന എന്താണ് മോൾക്ക് ഭയങ്കര ഇഷ്ടം? ആ ഒരു എനർജി, എനർജിയാണ്. ചീറി പൊളിക്കുന്നത്. അലൻ സാർ എടുക്കുമ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും തോന്നൂല. സാറാണ് ഞങ്ങളുടെ ഡിസ്ട്രാക്ഷൻ. അപ്പൊ അങ്ങനെ കണ്ടിരുന്ന് പോക്കോളും. അതുകൊണ്ട് സാറിന്റെ ഇവിടെ ഏറ്റവും കൂടുതൽ സാറ് ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്റ്റുഡിയോ അപ്പുറം വരെ അറിയാം സാറാണ് ക്ലാസ് എടുക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ നിന്ന് വന്ന് ക്ലാസ് എടുക്കാറുണ്ട് സാർ. നമ്മുടെ മാരത്തോൺ സമയത്തൊക്കെ സ്റ്റുഡിയോസ് ഒക്കെ ഇതാകുമ്പോൾ സാർ അല്ലെങ്കിൽ വീട്ടിലെടുക്കാം. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ അറിയും സാറാണ് ക്ലാസ്. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും ലാസ്റ്റ് വരെ. എനർജി കീപ്പ് ചെയ്യും സാർ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരില്ലല്ലോ. പക്ഷെ സാറ് ഫുള്ള് അതന്നെയാണ് എല്ലാരും ഇങ്ങനെ ക്ലാസ് ഇരുന്ന് പോകുന്നത്. ഓക്കെ. ഇനി ഇപ്പൊ +1 +2 അവിടെ കുറെ മക്കള് കാണുന്നുണ്ടല്ലോ, അവരോട് മോൾക്ക് പറയാനുള്ള എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും? കാരണം കുറെ പേർക്ക് ഈ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. അതായത് ബയോ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും SLC കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്ന ബയോ സയൻസ് ടഫാണോ, എങ്ങനെ ഇപ്പൊ എടുക്കുക, തോറ്റു പോവോ? അതായത് ഇപ്പൊ ഫുൾ A+ കിട്ടിയ കുട്ടിയായിരിക്കും, പക്ഷെ തോറ്റു പോവോ, കുറെ പഠിക്കാനില്ലേ? എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എനിക്കെന്താണെന്ന് വെച്ചാൽ പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. +1 കയറുന്ന സമയത്ത് നല്ല ടഫായിരിക്കും പഠിക്കാൻ. പിന്നെ +1 ഇത്രയും സബ്ജക്റ്റും ഇത്രയും കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് +2 എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് തോന്നിയത് +1 ഒരു ട്രാക്കിലെത്തിയപ്പോൾ പിന്നെ പ്രശ്നമില്ല. സാധാരണ നമ്മുടെ +2 ചാപ്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളത്. അതിന്ന് +1 നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ +2 അത് പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഇപ്പം കുറേ പേര് വിചാരിക്കുമല്ലോ ഇത് 99% ഒക്കെ ഇങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ കിട്ടുള്ളൂ, നമുക്കൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്ന. അതെ, ഒരു അതായത് വലിയ ചിലപ്പോൾ SSLCയിൽ ഇപ്പോൾ എത്ര മാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ +1 വൃത്തിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇനി എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാവും. അപ്പോൾ അവരോട് എന്താ ആക്ച്വലി പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല. ആക്ച്വലി ഇപ്പോൾ എക്സാമിനറിന് ഇതൊക്കെ കണ്ട് പഠിച്ചാൽ എന്തായാലും കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ലൈവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എക്സാമിന് തലേ ദിവസമുള്ള മാരത്തോണൊക്കെ നോക്കിയാൽ തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതെ, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആദ്യമേ ഒന്ന് പഠിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയുള്ളൂ. അപ്പോൾ ഈ വർഷം +1ലേക്കും +2ലേക്കും ഒക്കെ വരുന്ന ആൾക്കാർ നേരത്തെ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക അല്ലേ? ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യം ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക. ഓരോ എക്സാംസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ ഓണം ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാഗ് അടിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് +1 ലൈഫ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു വരും. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ അസ്നക്കുട്ടി സംസാരിച്ചു. അപ്പം ഇനി ഒരു ഫാർമസിസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.